നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ഒരുക്കിയ എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുകയാണ്. ദൈവത്തിന്റെ എല്ലാ വിശ്വസ്തതകളെയും ഓർത്തുകൊണ്ട് നന്ദി പറയുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദൈവം നമ്മളെ നടത്തിയല്ലോ, എല്ലാം നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമുക്ക് വീണ്ടും ബൈബിൾ സ്റ്റഡി ആയിട്ട് ദൈവസന്നിധിയിൽ നാം വചനത്തിന്റെ ആഴം വെളിപ്പെടുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എബ്രായ ലേഖനം 1-ാം അധ്യായം 2-ാം അധ്യായം കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ 3-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആമേൻ. എബ്രായ ലേഖനം ഹല്ലേലൂയ. ആമേൻ. ഇവിടെ നമ്മൾ കാണുകയാണ് യേശുവിനെ കുറിച്ച് നോക്കുക എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. നമുക്ക് വിശ്വസിക്കുക, ഏറ്റുപറയുക, അനുസരിക്കുക, സമർപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് നല്ലവണ്ണം അറിയാം. എന്നാൽ ഇവിടെ വേറൊരു വിഷനിലേക്ക് കടന്നു വരികയാണ്. നമ്മൾ കേൾക്കുന്നതിന് വിരുദ്ധമായിട്ടൊരു രീതി പറഞ്ഞാൽ അവനെ ശ്രദ്ധിച്ചു നോക്കുക എന്നാണ് നമ്മൾ കാണുന്നത്. സ്തോത്രം. വീണ്ടും വീണ്ടും പറയുകയാണ്, അവനെ ശ്രദ്ധിച്ചു നോക്കണം. അവൻ ശ്രദ്ധിച്ചു നോക്കാൻ പറഞ്ഞപ്പോൾ അവനെ വീണ്ടും വീണ്ടും ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അവൻ ആഴമായിട്ട് രീതിയിൽ കടന്നു പോകുന്ന ഒരു ലെവലിലേക്കാണ് നമ്മൾ കാണുവാൻ തക്കമുണ്ടാകുന്നത്. ഇന്ന് പകൽക്കാലം നമുക്ക് ആ ദൈവസന്നിധിയിലേക്ക് ചെയ്യാം. കാരണം നമ്മൾ സങ്കീർത്തന പുസ്തകത്തിൽ സങ്കീർത്തനം 48-ന്റെ അതിന്റെ 12-13 വാക്യങ്ങളൊന്ന് വായിച്ച് 48-ന്റെ ഹല്ലേലൂയ സങ്കീർത്തനത്തിൽ കാണുന്നുണ്ട്. നമ്മൾ സിയോനെ ചുറ്റി നടന്ന് പ്രദക്ഷിണം അവൻ അവിടെ കോലകപുത്രന്മാരോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ ചുറ്റി ചുറ്റി നടക്കണം, പ്രദക്ഷിണം ചെയ്യണം, വീണ്ടും വീണ്ടും കറങ്ങി അതിനെ നടത്തിക്കൊണ്ട് നടക്കണം. എന്തിനാണ്? അവൻ സ്വന്തം അതിന്റെ കൊത്തളങ്ങളെ എണ്ണണം. എന്താ വീണ്ടും വീണ്ടും എണ്ണുക എന്നൊക്കെ പറയുമ്പോൾ കാരണം അതിൽ 13-ാമത്തെ നിന്റെ തലമുറകളോട്, അടുത്ത തലമുറകളോട് അറിയിക്കേണ്ടതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. കാരണം എന്താണ്? അവൻ സ്വന്തം ഇതിന്റെ അവൻ ഓരോന്നും നമ്മൾ നോക്കും. പഴയ ദൈവത്തിൽ നോക്കുമ്പോൾ സമാപന കൂടാരം പണിയുമ്പോൾ ദൈവത്തിന് അതിന്റെ കളറിന് പോലും അതിന്റെ അവൻ ഉൾപ്പെടികൾ, അവന്റെ അതിന്റെ നിർമ്മാണങ്ങൾ എല്ലാ പ്രക്രിയക്ക് പോലും ഒത്തിരി ഒത്തിരി അവൻ മീനിങ്ങുകളുണ്ട്. ഇന്ന് പകൽക്കാലം ആ മീനിങ്ങുകളൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ അതിന്റെ ആഴങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എല്ലാത്തിനും ദൈവത്തിന് നിർദ്ദേശമുണ്ട്. എന്തിനാണ് അവൻ സ്വന്തം നമ്മൾ മനസ്സിലാക്കണം? അതിന്റെ മോഡലുകളെല്ലാം പർവ്വതത്തിൽ കാണിച്ചതാണ്. അവൻ സ്വന്തം ഈ ആലയം എന്ന് പറയുമ്പോൾ, ആലയം സമാപന കൂടാരം പണിയുമ്പോൾ ദൈവാത്മാവ് നമ്മളോട് പറയുന്നു ഇതിന്റെ ഒറിജിനൽ സ്വർഗത്തിലാണ്. ഇന്ന് പകൽക്കാലം ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ഇതിന്റെ എല്ലാം ഒറിജിനൽ സ്വർഗത്തിലുണ്ട്. നമുക്ക് ദൈവം കാണിച്ച മാതൃക പ്രകാരം, മോശം പറയുന്നു, ദൈവം കാണിച്ച മാതൃക പ്രകാരം നിങ്ങൾ അത് ചെയ്യുമ്പോൾ എന്നിട്ട് പറയാണ്, നിങ്ങൾ അതിനെ പ്രദക്ഷിണം ചെയ്യണം, അടുത്ത തലമുറകളോട് അറിയിക്കുവാൻ വേണ്ടി. ഇന്ന് പലക്കാലം ഞാനും നിങ്ങളും ഒരു ആരാധനയ്ക്ക് വരുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ചിലത് നമ്മൾ പഠിക്കണം. എന്തിനാണ്? ശ്രദ്ധിച്ചു നോക്കി പഠിക്കുമ്പോൾ ദൈവം ചെയ്യുന്ന ചില മേഖലകളുണ്ട്. എന്താണ്? അവൻ അടുത്ത തലമുറയോട് പറയാൻ. ഇന്ന് പല തലമുറകളും പുറകോട്ട് മാറുന്നത് കാരണം നമ്മൾ ഇവിടെ വന്നിട്ട് വേറെന്തെങ്കിലും ശ്രദ്ധിച്ചിട്ട് പോവുകയാണ്. എന്നിട്ട് പറയാണ്, നമ്മൾ അവിടെ സങ്കീർത്തനക്കാരൻ കോരമന്ത്രം പറയുന്നുണ്ട്, നിങ്ങൾ അതിനെ പ്രദക്ഷിണം ചെയ്ത് അതിന്റെ തൂണുകളെ ഓരോന്നും കൊത്തളങ്ങളെ എല്ലാം എന്ത് ചെയ്യണം? എണ്ണി പഠിക്കണം. നമ്മൾ ഓരോന്നും എണ്ണി എഴുതി പഠിക്കുന്നത് പോലെ നമ്മൾ ഓരോന്നും അങ്ങനെ പഠിക്കണം. എന്തിനാണ്? അടുത്ത 13 അടുത്ത തലമുറയോടുകൂടെ ഇത് അറിയിക്കാൻ വേണ്ടിയാണ്. ഇന്ന് കാലം നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത് ചിലത് പഠിക്കാൻ വേണ്ടിയാണ്. ചിലരുടെ കാമചത്രം കുറ്റം പറയാനല്ല, മറ്റുള്ള നോക്കാനല്ല, പിന്നെയോ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്തുന്ന, ദൈവത്തിന്റെ കാര്യങ്ങൾ വെളിപ്പെട്ട് വരുവാൻ വരുന്ന തലമുറകളെ പുറത്തു കൊണ്ടുവരിക. ഇന്ന് തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു മേഖലയിൽ നടക്കുമ്പോൾ ദൈവത്തിന് പറയാണ്, അടുത്ത തലമുറയോട് സന്ദേശം അറിയിക്കാറുണ്ട്. നമ്മളിവിടെ കുറച്ച് നാൾ ജീവിച്ചു മരിച്ചു പോയി എന്നുള്ളതല്ല, കാരണം നമ്മുടെ തലമുറകളെ നമ്മൾ വാർത്തെടുക്കണം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ. അങ്ങനെയല്ലേ ഇവിടെ പറയണം, നമ്മൾ കുറച്ച് ചെലവഴിച്ചു കടന്നുപോയി, വെള്ളിയാഴ്ച വന്നു, ഹല്ലേലൂയ, കുറച്ച് സമയം ചെലവഴിച്ചു, പ്രാർത്ഥിച്ചു, പോയി. അല്ല, നമ്മൾ എന്തൊക്കെയോ ചിലത് പഠിക്കുകയാണ്. ഇന്ന് ഈ വചനം തരുന്നതും നമ്മൾ ചിലത് പഠിക്കുകയാണ്. കാരണം എന്താണ്? നമ്മൾ ശ്രദ്ധിച്ചു നോക്കേണ്ട ഒരുവരുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഈ പ്രഷ്യസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മളത് വീട്ടിലേക്ക് കടന്നു പോകണം. നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നു, കാരണം വീണ്ടും വീണ്ടും കിട്ടുന്നത് കൊണ്ട് അത് ഒത്തിരി അനുഗ്രഹമാണ്.
നമ്മൾ പലതും മറന്നുപോവുക. സ്തോത്രം. എന്നാൽ ഇതുപോലെ കാലം ദൈവാത്മാവ് പറയുന്നു, ഈ പ്രേഷ്യസ് ആയിട്ടുള്ളത് നമ്മൾ അവൻ കണ്ടുകൊണ്ട് നമ്മുടെ തലമുറയോട് പറയണം. എന്തിനു വേണ്ടിയാണ്? ഹല്ലേലൂയ. ഇത് കളക്ട് നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് കരുതിക്കൊണ്ട് കഴിഞ്ഞാൽ ദൈവത്തിന് ചില മേഖലകളിലേക്ക് തുറക്കുകയും ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുകയാണ്, അവൻ സ്വന്തം എബ്രായ ലേഖനത്തിൽ പറയുന്നു, 1-ാമത്തെ വാക്യം വീണ്ടും വായിക്കുമ്പോൾ പറയുകയാണ്, അവൻ അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ അവൻ നമ്മൾ ഏറ്റുപറഞ്ഞ, നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ സ്തോത്രം ചെയ്ത, നമ്മൾ അവൻ അനുസരിച്ച യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. ശ്രദ്ധിച്ചു നോക്കിയെങ്കിൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ. കാരണം അവന് ശ്രദ്ധിച്ചാൽ ചിലത് പഠിക്കാനുണ്ട്. യേശുവിനെ ശ്രദ്ധിച്ചാൽ നമുക്ക് പലതും പഠിക്കാനുണ്ട്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവരെ ഒന്ന് ശ്രദ്ധിക്കുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. മനുഷ്യരിലേക്കല്ല ശ്രദ്ധ. കാരണം പറയുന്നു, ഹല്ലേലൂയ, അവൻ സ്വന്തം പത്രോസിനോട് വെള്ളി പൊന്ന് ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് യേശുവിന്റെ നാമത്തിലാണ്, നീ ഞങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക എന്ന് പറയുന്നത് പോലെ നമ്മൾ ഇതുപോലെ കാലം നമ്മൾ യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുമെങ്കിൽ അവൻ സ്വന്തം ജീവിത ശൈലി, അവനായിരുന്ന ഈ കാലഘട്ടത്തിലായിരുന്ന ഏതൊക്കെ മേഖലകളായിരുന്നു, അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കിത് മനസ്സിലാകത്തുള്ളൂ. ഇതിനാരിലേക്ക് പോവുകയാണ്. ഹല്ലേലൂയ. കാരണം ശ്രദ്ധിച്ചു നോക്കുമ്പോഴാണ് അവൻ മനസ്സിലാക്കുന്നത്. നമ്മൾ സംഖ്യാപുസ്തകത്തിലേക്കൊന്ന് കടന്നു വരാം. സംഖ്യാപുസ്തകം 21-ാം അധ്യായം അതിന്റെ 4 തൊട്ട് അവൻ സ്വന്തം 9 വരെയുള്ള വാക്യങ്ങൾ അവൻ പെട്ടെന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹല്ലേലൂയ. അവിടെ വേറെ കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങളെ കൊണ്ടുവന്നില്ലേ, ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല, ഈ സാധനമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് അപ്പോൾ ജനത്തിന്റെ അവർ ജനത്തെ കടച്ചു, ഇസ്രായേൽ വളരെ ജനം മരിച്ചു. അയ്യാ ജനം മോശം എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് കോട്ടയ്ക്ക് രോഗമായി സംസാരിച്ച് താമസിച്ചിരിക്കുന്നു. നീതിക്കൊള്ളവൻ യഹോവയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. മോശ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ മോശയോട് സർപ്പത്തെ ഉണ്ടാക്കി കൊടുക്കാത്തിലേക്ക് നദിയെടുക്കുന്ന ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കുന്നു പറഞ്ഞു. അങ്ങനെ മോശ താമര മുതൽ സർപ്പത്തെ ഉണ്ടാക്കി കൊടുക്കാത്തിലേക്ക് നോക്കി. പിന്നെ സർപ്പം ആരെങ്കിലും കടിച്ചിട്ട് അവൻ താമര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. അതുപോലെ ഇസ്രായേൽ മക്കൾ പുറപ്പെട്ട് മതി. ഹല്ലേലൂയ. നമ്മൾ അവിടെ കാണുന്നുണ്ട്, വേണ്ട ഒരാളെ നമ്മൾ താമ്രസർപ്പത്തെ നോക്കിയാൽ ഇവിടെ സൗഖ്യം ലഭിക്കപ്പെടുക. മരുന്നില്ലാത്ത ഒരു സംഭവം ദൈവം പറയാണ്, ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നീ അതിനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സൗഖ്യം ലഭിക്കുക. ഇന്ന് പകൽക്കാലം അവൻ അത് തന്നെയാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം പിന്നെ നമ്മൾ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ആ വേദഭാഗത്തിൽ വരുന്നതിന് മുമ്പ് നമ്മൾ കാണുന്നുണ്ട്, ദൈവദാസന്മാർക്ക് വിരുദ്ധമായി, ദൈവ കുഞ്ഞുങ്ങൾക്ക് വിരുദ്ധമായി സംസാരിച്ചപ്പോൾ അവരുടെ ഇടയിലേക്ക് അവൻ സ്വന്തം ഹല്ലേലൂയ എന്ത് പറ്റി? അഗ്നിസർപ്പത്തെ അയച്ചു. അഗ്നിസർപ്പത്തെ അയച്ചു കഴിഞ്ഞപ്പോ മരുന്നില്ലാത്തൊരു രോഗത്തിന്റെ നടുവിൽ റെമഡി ദൈവം വെളിപ്പെടുത്തുകയാണ്. എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഒന്നിനെ നോക്കിയാൽ മതി. ഇവിടെ അഗ്നിസർപ്പങ്ങൾ ഇങ്ങനെ ചാഞ്ചാടി നടക്കുക. ഞാൻ അതിന്റെ ഡെപ്തിലേക്ക് പോകുന്നില്ല, കാരണം ഒരു ദിവസം ഞാൻ സൂക്ഷിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. അവൻ സ്വന്തം ഹല്ലേലൂയ. നമ്മൾ ഈ അഗ്നിസർപ്പത്തിനെ ഹല്ലേലൂയ നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഇസ്രായേലിനും വളരെയാണ് അവിടെ മരിക്കുന്നത്. എന്ത്? ദൈവത്തിന് വിരോധമായി സംസാരിച്ചപ്പോ, ദൈവദാസന്മാർക്ക് വിരോധമായി സംസാരിച്ചപ്പോ ആമേൻ സ്വന്തം അവരുടെ ഇടയിലേക്ക് ഒരു അഗ്നിസർപ്പത്തെ അവർ അയക്കുവാനിടയായിത്തീർന്നു. അവർ അങ്ങനെ അയച്ചു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ഹല്ലേലൂയ. ആമേൻ സ്വന്തം ഇവിടെ ജനങ്ങൾ നിലവിളിക്കാൻ തുടങ്ങിയ നിലവിളിക്കുമ്പോൾ എന്ത്? അപ്പോൾ ദൈവം കൊടുക്കുന്ന ഒരു റെമഡിയാണ് എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ. ആമേൻ സ്വന്തം നിങ്ങൾ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കണം. ഒരു താമ്ര സർപ്പത്തെ ഉണ്ടാക്കി എന്ത് ചെയ്യണം? കൊടുക്കണം. ഇത് എത്ര തന്നെ ഉയർത്തിലാണ്. ആമേൻ സ്വന്തം നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഈ 30 ലക്ഷം ആൾക്കാരുടെ നടുവിൽ ആമേൻ സ്വന്തം അത്രയും എവിടെ നിന്ന് നോക്കിയാൽ കാണണം. എപ്പോൾ അതിനെ നോക്കുന്നുവോ അപ്പോൾ സൗഖ്യമാണ്. ഹല്ലേലൂയ. എന്ന് പറയുമ്പോൾ ഇന്ന് പോലെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ കാണുകയാണ് എത്ര പേര്. അതുകൊണ്ടാണ് നിക്കോദോമസിനോട് പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ഉം 15-ഉം വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അതൊന്ന് വായിച്ചേ.
ആത്മാവിനെയും വെക്കേണ്ടതാകുന്നു. ഉം, അത് വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കണമെന്ന്. ഉം. വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം ദൈവാത്മയെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അവൻ അവിടെ നമ്മൾ കാണുന്നു, അവൻ യോഹന്നാൻ സുവിശേഷത്തിൽ കാണുന്നു, നിക്കോദോമസിനോട് പറയുകയാണ്, അവൻ സ്വന്തം മോശ, അവൻ സ്വന്തം പിച്ചള സർപ്പത്തെ മരുഭൂമിയിൽ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ എവിടെയാണ് ഉയർത്തിയത്? കാൽവരി ക്രൂശിൽ. നമ്മൾ അവിടേക്കൊന്ന് നോക്കണം. അവിടെയാണ് ഇത് വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ആ ക്രൂശിലേക്കൊന്ന് നോക്കിയാൽ അവൻ മാറാത്ത രോഗമില്ല, അവൻ മാറാത്ത അവൻ വിഷയങ്ങളില്ല. ഇതുവരെ കാലം നോക്കിയാൽ അവൻ സ്വന്തം ദൈവം അവനെ അവിടെ ഉയർത്തിയപ്പോൾ ഗോൽഗൊഥായിലേക്കൊന്ന് നോക്ക്. ഇന്ന് വരെ കാലം നിന്റെ പ്രശ്നത്തിന്റെ നടുവിൽ, നിന്റെ വിഷയത്തിന്റെ നടുവിൽ നമുക്ക് നോക്കുവാനുള്ള ഇടമുണ്ട്. അതിലേക്ക് നോക്കിയാൽ ഇന്ന് വരെ കാലം വിടുതൽ സംഭവിക്കപ്പെടും. ഇവിടെ മരുഭൂമിയിൽ ജനങ്ങൾ പട്ടുകൊണ്ടിരിക്കുമ്പോൾ, നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, തകർന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരാൾ നോക്കിയതുപോലെ അവൻ യേശു കർത്താവ് നിക്കോദോമസിനോട് പറയാണ്, നീയും അവിടേക്കൊന്ന് ഗോൽഗൊഥയിലേക്ക് നോക്ക്, ആ കാൽവരിയിലേക്ക് നോക്ക്, നിനക്ക് വിടുതൽ സംഭവിക്കപ്പെടും. ആ കാൽവരിയിലൂടെയാണ് നമുക്ക് രക്ഷ വെളിപ്പെടുന്നത്. ആ കാൽവരിയിലൂടെയാണ് നമുക്ക് സൗഖ്യം വെളിപ്പെടുന്നത്. ഇന്ന് വരെ നിനക്ക് പ്രശ്നത്തിന്റെ പരിഹാരം വരുത്തുവാൻ കഴിയാത്ത ഏത് മേഖലയായിക്കൊള്ളട്ടെ, അവർ ദൈവത്തിന്റെ കരുണ വെളിപ്പെടുത്തുന്ന, സൗഖ്യം കൽപ്പിക്കുന്ന ഇന്ന് വരെ നിനക്ക് നോക്കാനുള്ളതുണ്ട്. അതുകൊണ്ടാണ് എനിക്കും നിനക്കും നോക്കുവാൻ ഇടമുള്ളത് കൊണ്ട് ഞാൻ നിങ്ങൾ അവിടെ കടന്നു വന്നാൽ വിടുതൽ സൗഖ്യമാണ്. ഇന്ന് പലക്കാലം നമുക്ക് അതിലേക്ക് അവിടെ ഒരാളെ തൂക്കപ്പെട്ട് നിർത്തിയിരിക്കുക. എനിക്കും നിങ്ങൾക്കും പറയുവാനുള്ള കാരണം എന്താ? കാൽവരിയിലേക്ക് നോക്കി. ഇന്ന് വരെക്കാലം നിങ്ങളുടെ വിഷയങ്ങൾ, ഈ കുടുംബത്തിന്റെ വിഷയമാകട്ടെ, സഹോദരന്മാരെ നിങ്ങളുടെ വിഷയങ്ങളാകട്ടെ, അവൻ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ എന്ത് വിഷയമാകട്ടെ, ഇന്ന് വരെക്കാലം അവനിലേക്ക് നോക്കാം. ആർക്കും പരിഗണിക്കാൻ കഴിയാത്ത വിഷയത്തിന്മേൽ ഹല്ലേലൂയ ഇന്ന് വരെക്കാലം അവൻ അവിടെ നോക്കുന്നവർ എന്ന് പറയുന്നത് നിത്യജീവൻ പ്രാപിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ സ്വന്തം അവിടെ ഒരു പാമ്പ് കാണുന്നുണ്ട്. കാരണം അവൻ സ്വന്തം പഴയ നിയമത്തിൽ അവൻ സ്വന്തം കയറി വന്ന ആ പാമ്പിനാലാണ് പാമ്പേറ്റത്. ആ പാമ്പിനാൽ കടിയേറ്റവൻ എന്ത് ചെയ്യണം? കാൽവരി ക്രൂസിലേക്ക് നോക്കിയാൽ മതി. പാപത്തിന്റെ കടിയേറ്റ അവൻ പാമ്പിനാൽ വെളിപ്പെട്ട് വന്ന ആ പാപത്തിന്മേൽ കിടക്കപ്പെട്ട എന്നെ നീയും എന്ത് ചെയ്യണം? അവിടെ നോക്കുന്ന കാൽവരിയിലേക്ക് നോക്കിയാൽ മതി. ഞാൻ നിങ്ങളുടെ പാപത്തിൽ കിടന്ന എന്നെ നിന്നെ വിടുവിക്കുവാൻ കാൽവരിയിൽ ഒരു ഉയർത്തപ്പെട്ട യേശുവിനെ ഒന്ന് നോക്കിയാൽ മതി. കാരണം എന്താ? ഞാനും നിങ്ങൾ തകർക്കപ്പെടുന്നതിനാ സ്വതം. നമുക്ക് ആദാം ഹവ്വയെ എന്ത് പറ്റി? പാമ്പ് കയറി വന്ന് പാപം ചെയ്തപ്പോൾ അവനെ പുറത്താക്കിയെങ്കിൽ ആമൻ സ്വന്തം ഇന്ന് വരെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു പാമ്പായ ആമൻ സ്വന്തം എന്ത് കാണിക്കുന്നു? പാപത്തിൽ ഞാൻ നിങ്ങൾ മരിച്ചു കിടക്കുമ്പോൾ ഇന്ന് വരെ നമ്മുടെ കാൽവരിയിലേക്ക് നോക്കിയാൽ മതി. അവിടെ നോക്കുമ്പോൾ ഹല്ലേലൂയ അവൻ അതാ സുവിശേഷം എന്ന് പറയുന്നത്. കാരണം എന്താ? കാൽവരിയിലേക്ക് നോക്കിയാൽ മതി. വിടുതൽ നടക്കുക. എന്താ? നിത്യ ജീവൻ വെളിപ്പെടുകയാണ്. അവൻ ആർക്കും പരിഗണിക്കാൻ പറ്റാത്ത, ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത ഏത് പാപിയായാലും, കൊലപാതകങ്ങളാകട്ടെ, അവൻ സ്വന്തം ഫലം വ്യഭിചാരികളാകട്ടെ, അവൻ എന്ത് തന്നെ അവൻ ദുഷ്പ്രവൃത്തികൾ ചെയ്താണെങ്കിൽ ഇന്ന് വരെ നീ കാൽവരിയിലേക്ക് നോക്കിയാൽ നിനക്ക് നിത്യജീവൻ വെളിപ്പെടുകയാണ്. ലോകം നിന്നെ തള്ളിയേക്കാൾ, ലോകം നിന്നെ തകർത്തേക്കാൾ, എന്നാൽ ഹല്ലേലൂയ തകർക്കുവാൻ കഴിയാത്ത ഒന്നുകൊണ്ട് ആ കോപത്തിലേക്ക് നോക്കുക. ദൈവത്തിനോട് സംഭവിക്കപ്പെടുന്നത് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയാണ്, നിങ്ങളുടെ നോട്ടം മാറരുത്. നിങ്ങൾ ശ്രദ്ധിച്ച് അവനെ ഒന്ന് നോക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ആദ്യത്തെ നോട്ടം എന്ത് ചെയ്തി? ആ നോട്ടത്തിൽ നമുക്ക് പാപമോചനം ലഭിക്കപ്പെട്ടു. എന്നിട്ട് ശ്രദ്ധിച്ചു നോക്കാനാണ് അവർ പറയുന്നത്. നമ്മൾ ആ കാൽവരിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പാപത്തിന് പരിഹാരം വന്നു. അവൻ അതിലൂടെയാണ് നമുക്ക് വിടുതൽ ലഭിക്കപ്പെടുവാൻ ഇടയായിരിക്കുന്നതെങ്കിൽ അവൻ സ്വതന്ത്രം വീണ്ടും പറയുകയാണ്, വീണ്ടും ആ നോട്ടം മാറ്റരുത്. എന്തിനാണ്? ആ നോട്ടം എന്ന് പറയുമ്പോൾ തിരുവചനത്തിൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കണം, അവന്റെ ജീവിത ശൈലി നോക്കണം. അവൻ എങ്ങനെയായിരുന്നു നടന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, നമുക്കൊരു നല്ലൊരു മാതൃക വെച്ചിട്ട് പോയിരിക്കുക. അവൻ ആ മാതൃക ഞാനും നിങ്ങൾ പിന്തുടരണമെങ്കിൽ അവനെ ശ്രദ്ധിച്ച് പഠിച്ചേ പറ്റത്തുള്ളൂ.
അവനെ ശ്രദ്ധിച്ചു നോക്കിയേ പറ്റത്തുള്ളൂ. നമ്മൾ അവനെ ശ്രദ്ധിച്ചു നോക്കും. നമ്മളിപ്പോ ഒരാളെ ശ്രദ്ധിച്ചു നോക്കിയാലാണല്ലോ നമുക്ക് അവരുടെ മുഴുവൻ പരിപാടിയുന്നത്. അതുകൊണ്ടാണ് ഹല്ലേലൂയ നമുക്കുള്ള ഇന്ന് എല്ലാ മതഗ്രന്ഥങ്ങളും മറ്റേതെല്ലാം നോക്കിയേ യേശുവിനെ എല്ലാവരും നോക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ സ്തോത്രം. ദൈവികമായ ആമേൻ സ്തോത്രം. യേശുവിനെ എല്ലാവരും പറയുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് യേശുവിന്റെ ബ്ലഡ് മതി, യേശുവിന്റെ രക്തം മതി എന്ന് അവൻ മഹാത്മാഗാന്ധി പറയുന്നു. കാരണം ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? അവന്റെ ഉപദേശങ്ങൾ വേണം. കാരണം സ്തോത്രം. ഹല്ലേലൂയ. അവൻ സ്തോത്രം നമ്മളോട് അവൻ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് വരെക്കാലം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളൊന്ന് സമർപ്പിക്കപ്പെടുമ്പോൾ അവൻ മഹാത്മാഗാന്ധി പറഞ്ഞ പോലെയല്ല. പിന്നെയോ നമ്മൾ കാൽവരിയിൽ നോക്കുമ്പോൾ നമുക്ക് നിത്യജീവൻ ലഭിക്കപ്പെട്ടു. നിത്യജീവൻ ലഭിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ യേശുക്രിസ്തുവിന്റെ ഹല്ലേലൂയ നമുക്ക് ആ ഒരു മേഖലയിലേക്ക്, കാരണം അവന് ഔദ്യോഗികമായി ദൈവം 2 പദ്ധതികൾ കൊടുത്തിരിക്കുന്നു. ഒന്ന് അവൻ നമ്മൾ വായിക്കും. 3-ാമത്തെ ഒന്നുകൂടെ ഒന്ന് വായിച്ച് അപ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഒന്ന് അപ്പോസ്തലൻ, മഹാപുരോഹിതൻ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവൻ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രതിനിധിയായി, ദൈവത്തിന്റെ ഹല്ലേലൂയ അംബാസഡറായിട്ട് അവൻ കടന്നു വന്നു. പിന്നെ നമ്മൾ കാണുന്നുണ്ട് മഹാപുരോഹിതൻ. മഹാപുരോഹിതൻ എന്ന് പറഞ്ഞാൽ നമ്മളത് വീണ്ടും നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കുന്നതാണ്. അവിടെ ജനത്തിന്റെ ഇടയിൽ നിന്ന് എടുക്കണം ഈ കണം. എന്തിനു വേണ്ടി? സ്വർഗത്തിന്റെ മഹിമകളെ വിടിഞ്ഞ് മനുഷ്യ ശരീരം ദേശത്തിൽ മനുഷ്യനായി അവൻ നമ്മളെ പോലെ ഒരുവനായി വന്നു. എന്തിനു വേണ്ടി? ഈ പുരോഹിതന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മൾ കാണുന്നുണ്ട്, അത് നമ്മുടെ സഹോദരന്റെ സദൃശ്യമായി. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് ഹല്ലേലൂയ ഈ ജനത്തിന്റെ പാപത്തിന് വേണ്ടി ഹല്ലേലൂയ പ്രായം ചിത്തം ചെയ്യുന്നവനാണ് പുരോഹിതൻ എന്ന് പറയുന്നത്. മൂന്നാമതെന്ന് പറയുന്നത് വിശ്വസ്തനായ പുരോഹിതനായിരിക്കണം. നാലാമത് കാണുന്നത് കരുണയുള്ള പുരോഹിതനായിരിക്കണം. അവൻ അഞ്ചാമത് ഹല്ലേലൂയ പരീക്ഷിക്കപ്പെടുന്ന പുരോഹിതനായിരിക്കണം. അവൻ ഇനി ഇതൊക്കെ നമ്മള് മുന്നോട്ടുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അവൻ നമുക്കുള്ള മഹാപുരോഹിതൻ എങ്ങനെയുള്ളതാണെന്ന് അവൻ എബ്രായ ലേഖനം 4-ാം അധ്യായം നമ്മൾ കാണുന്നുണ്ട്. അത് പിന്നെ പഠിപ്പിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. 4-ാം അധ്യായം അതിന്റെ ഹല്ലേലൂയ 14-15 വാക്യങ്ങൾ. ആകയാൽ ആ പുരോഹിതനെ കുറിച്ചാണ്. ആ പുരോഹിതനെ ഞാൻ പറഞ്ഞത് ആ ഭാഗമൊക്കെ വരുമ്പോൾ നമുക്ക് കറക്റ്റ് രീതിയിൽ കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ വരുന്നതാണ്. ഇവിടെ പറയുന്നത് ഒന്നാമത് അപ്പോസ്തലനാണ്, രണ്ടാമത് മഹാപുരോഹിതനാണ്. ഈ മഹാപുരോഹിതൻ 5 കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഒന്ന് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ സഹോദരന്മാരോട് സദൃശനായ പുരോഹിതൻ. 2 ജനത്തിന്റെ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുന്ന പുരോഹിതൻ. 3 അവൻ കരുണയുള്ള പുരോഹിതൻ. 4 വിശ്വസ്തനായ പുരോഹിതൻ. 5 ഹല്ലേലൂയ പാപക്ഷമ വരുത്തി ഹല്ലേലൂയ പരീക്ഷിക്കപ്പെടുന്ന ഹല്ലേലൂയ സഹായിക്കാൻ കഴിയുന്ന പുരോഹിതൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ഹല്ലേലൂയ ഇവിടെ നമ്മൾ കാണുകയാണ്. ഹല്ലേലൂയ അവൻ പ്രവാചകനാണ്, അപ്പോസ്തലനാണ്, നമ്മൾക്ക് വേണ്ടി വെളിപ്പെടുന്ന. ഈ പ്രവാചകൻ എന്നൊക്കെ പറയുമ്പോൾ അപ്പോസ്തലൻ എന്ന് പറയുമ്പോൾ അയക്കപ്പെട്ടവനാണ്. നമുക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നമ്മുടെ മനുഷ്യന്റെ പ്രതിനിധിയായി നിൽക്കുകയാണ് ഈ പുരോഹിതൻ. എന്തിനു വേണ്ടി? അവൻ മനുഷ്യനും ദൈവവുമായി ബന്ധപ്പെട്ട. അതുകൊണ്ടാണ് പറയുന്നത് ആമേൻ സ്തോത്രം. അല്ലെങ്കിൽ നമ്മൾ തിരുത്തുന്നത് നമുക്കൊരു മധ്യസ്ഥനുണ്ട്, അത് യേശു ക്രിസ്തുവാണ്. ഈ യേശു ക്രിസ്തു എന്ന ആ മധ്യസ്ഥനിലൂടെ കാരണം എന്ത് ചെയ്തു? നമ്മൾ പിതാവിന്റെ അടുക്കലേക്ക് നമുക്കൊരു വിളിച്ചു വെളിപ്പെടുകയാണ്. ആ ഒരു മേഖലകൾ വെളിപ്പെട്ട് വരുമ്പോൾ ആ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഹല്ലേലൂയ നമ്മളോട് ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ അവനെ ശ്രദ്ധിച്ചു നോക്കണം. നമുക്ക് വേണ്ടി പക്ഷപാതം. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളെല്ലാം പഠിച്ചത്. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യണം. നമുക്ക് എന്റെ പക്ഷം ചേർന്ന് നിന്ന് വാദിക്കുന്നത്, നിങ്ങളുടെ പക്ഷം ചേർന്ന് വാദിക്കുന്ന ഒരുവൻ ഇന്നും നമുക്ക് വേണ്ടി അവിടെ വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് വരെക്കാലം ആ ദൈവത്തിന്റെ സന്നിധിയിലേക്കാണ് ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെടേണ്ടത്. ഹല്ലേലൂയ. അവൻ നമ്മുടെ പ്രവാചകനാണ്. അതുകൊണ്ട് അവനെ നിങ്ങൾ ശ്രദ്ധിക്കണം.
ഈ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന് വേണ്ടി നമ്മൾക്കാണ് ആ ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാട് നമ്മളോട് അറിയിക്കുന്നതാണ് ഈ പ്രവാചകൻ. ദൈവശബ്ദം നമ്മളെ കേൾപ്പിക്കുന്ന. അതുകൊണ്ട് നമ്മൾ യേശുവിനെ ശ്രദ്ധിക്കണം. നിന്റെ വിഷയം വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ നിങ്ങൾ വേറെ എവിടെങ്കിലും ഓടിപ്പോകരുത്. പിന്നെയോ ആ പ്രവാചകനായ ആ നല്ല ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കാൻ പറയാം. നിങ്ങൾക്ക് വിഷയം വരുമ്പോൾ, നമ്മൾ ഈ ഒരു രോഗം വരുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഏറ്റവും നല്ല രോഗം അല്ല. നമ്മൾ ദൈവമക്കളാ. നമ്മൾ കാൽവരിയിലൂടെ രക്ഷ പ്രാപിച്ചവരാ. നമ്മൾ കാൽവരിയിലൂടെ നിത്യജീവൻ പ്രാപിച്ചവരാ. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമുക്ക് ആ പ്രവാചകനെ എടുക്കണം. നമുക്കറിയാം ഹല്ലേലൂയ സ്തോത്രം. ശൗലിന്റെ കാര്യം കാണുന്നുണ്ട്. പഴയ നിയമത്തെ ശൗലിന്റെ ഹല്ലേലൂയ കഴുത നഷ്ടപ്പെട്ടപ്പോൾ ഇവിടെ ഒരു പ്രവാചകൻ അവൻ പറയുന്നതൊക്കെ ഒത്തുവരുന്നുണ്ട്. അവന്റെ ഇടയ്ക്കിലേക്കൊന്ന് പോകാം. ഇന്ന് വരെക്കാലം നമുക്ക് പ്രശ്നം വരുമ്പോൾ ഓടി ചെല്ലുവാൻ നമുക്ക് എന്താണെന്നുള്ളത് ഹല്ലേലൂയ ഇപ്പോൾ നടക്കുന്ന പ്രതിസന്ധി, ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങൾ ഹല്ലേലൂയ ഇതിന് പരിഹാരം വരുത്തുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. ആ നല്ല പ്രവാചകനെ ഒന്ന് അടുത്തേക്ക് പോകുവാൻ തിരുവചനം വ്യക്തമായി പറയുന്നു. അവനെ ശ്രദ്ധിച്ചു നോക്ക്. നമുക്ക് അവന്റെ അടുക്കലേക്ക് ഒന്ന് ചെല്ലാൻ. നിന്റെ പ്രശ്നത്തിന് പരിഹാരം ഒരുവൻ മാത്രമേ ഉള്ളൂ. അവന്റെ അടുക്കലാണ് ചെല്ലേണ്ടത്. ഇന്ന് ഏത് പ്രതിസന്ധികൾ വന്നാലും നമ്മൾ മനുഷ്യനിലേക്കല്ല ഓടേണ്ടത്. പിന്നെയോ അവനെ ശ്രദ്ധിച്ചു നോക്കാൻ പറയുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എബ്രായലേഖനത്തിൽ നമ്മൾ 2:17-18 ഒക്കെ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോഴും ഒന്നാമത്തെ വാക്യങ്ങളൊക്കെ വായിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ എക്സ്പ്ലനേഷൻ വന്നതാണ്. അവൻ സ്വന്തം നമ്മൾ ആ എബ്രായലേഖനത്തിൽ ആ മഹാപുരുഷനെ കുറിച്ച് നമ്മൾ ഒന്നുകൂടെ വായിക്കാം. എബ്രായലേഖനം 2:17-18 വാക്യങ്ങൾ. സ്തോത്രം. നമ്മൾ അവനെ നോക്കണം. ഒറ്റ നോട്ടം എവിടത്തേക്കാ? ആ കാൽവരിയിലേക്ക് നോക്കിയപ്പോഴാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ആ രക്ഷപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ മാനസാന്തരപ്പെടുന്നത്. കാൽവറിയിലൂടെയാണ് നമുക്ക് വിടുതൽ ലഭിക്കപ്പെടുന്നത്. അതുകൊണ്ട് പറയുകയാണ് ഹല്ലേലൂയ അവന്റെ മരണത്തിലേക്ക്, അവന്റെ ക്രൂശിലേക്ക് നോക്കി ഹല്ലേലൂയ എന്നാൽ രക്ഷിക്കപ്പെട്ട നോട്ടം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവന്റെ ജീവിതത്തിലേക്ക് നോക്കണം. യേശു ജീവിച്ചതുപോലെ ഞാൻ നിങ്ങൾ ജീവിക്കണം. യേശു എങ്ങനെയായിരുന്നോ ഈ ലോകത്തിൽ 33.5 വർഷക്കാലം ജീവിച്ചത്, അതുപോലെ ഞാനും നിങ്ങളും ജീവിക്കണം. അതുകൊണ്ടാണ് അവൻ പാപമൊഴികെ സകലത്തിനും പരീക്ഷിക്കപ്പെടും നമ്മൾ വായിച്ചത്. അതുകൊണ്ട് നമ്മൾ അവനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ അവന്റെ മടങ്ങി വരവുകളെ നോക്കണം. നമ്മുടെ ജീവിതം ആ യേശു ക്രിസ്തുവിനെ ഹല്ലേലൂയ ആമേൻ സ്തോത്രം. നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത് ചെയ്യണം, നമ്മൾ കാൽവരി നോക്കിയപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടു, മനസ്സാന്തരപ്പെട്ടു. പിന്നെ നോക്കേണ്ടത് എന്തുവാ? യേശു ക്രിസ്തുവിന്റെ ആമേൻ സ്തോത്രം ജീവിതം നമ്മൾ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചു നോക്കണം. ഇനി അടുത്ത് നോക്കണം, നമ്മൾ അവന്റെ മടങ്ങി വരവിനെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ ലോകത്തിന്റെ സംഭവങ്ങൾ വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ അവന്റെ വാടുക്കലായിരിക്കുന്നു. ആമൻ. അതുകൊണ്ട് ഞാനും നിങ്ങളെ ഓർത്തുകൊള്ളണം. നമ്മൾ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ലോകത്തിന്റെ ഓരോ സംഭവ വികാസങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ കാണുമ്പോൾ ഓർക്കണം അവന്റെ വരവാസനമായിരിക്കുന്നു. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഓർക്കണം, മറ്റുള്ളവരെ 90% മതക്കാരും ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുണ്ട്, അവരെ ബഹുമാനിക്കുന്നുണ്ട്. ആമേൻ സ്തോത്രം. യേശുവിനെ ശുശ്രൂഷിക്കുക. ഈ കുറ്റം പറയുന്നത് 10% മാത്രമേ ഉള്ളൂ. കാരണം എന്താ? യേശുവിനെ അവർ വിശ്വസിക്കുന്നു. ഈ സന്യാസി സമൂഹങ്ങൾ പോലും അവൻ യേശുവിനെ വിശ്വസിക്കുന്നുണ്ട്. കാരണം കാരണം എന്താ? അവരുടെ യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളാണല്ലോ ഗിരിപ്രഭാഷണം. ഇത് നമ്മൾ അവർ നോക്കിക്കണം. ഇതാണ് അവർ നമ്മൾ കാണാൻ നോക്കണം. അവൻ മഹാത്മാഗാന്ധി മുഴുവൻ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. യേശുവിന്റെ മരണം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം വിശ്വസിക്കുന്നു. യേശുവിന്റെ മരണം മാത്രം മഹാത്മാഗാന്ധി വിശ്വസിക്കുന്നില്ല. പക്ഷെങ്കിൽ യേശുവിന്റെ ഗിരിപ്രഭാഷണമാണ് ആളിന്റെ എല്ലാ പരിപാടികളും. ആമേൻ സ്തോത്രം. ഇന്നും നമ്മൾ നോക്ക്, ഓരോ അധികാരത്തിൽ നിൽക്കുന്നവരെല്ലാം എന്ത് ചെയ്തു? ബൈബിളിനെയാണ് ഫോളോ ചെയ്യുന്നത്.
ഇന്ന് ഓരോ അവൻ മതങ്ങൾ ഓരോരുത്തരുടെ എല്ലാം എന്ത് ചെയ്യുന്നു, ഈ ഗിരിപ്രഭാഷണമാണ് കേൾക്കുന്നത്. ഹല്ലേലൂയ. കാരണം എന്താ എന്നാൽ ഹല്ലേലൂയ, എല്ലാവരും പറയുന്നു നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, കാൽവരി മതി. ഇവർക്കെല്ലാം എന്ത് വേദനയും തൊട്ട് കാൽവരി വരെ മതി. എന്നാൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ നോക്കേണ്ടത് എവിടുന്ന, നമുക്ക് നോക്കേണ്ടത് കാൽവരി തൊട്ട് വേദനയ്ക്കൽ വരെ. തിരിച്ചറിയുക എന്താണ്, കാൽവരിയിലൂടെയാണ് അവൻ സ്വന്തം. അതുകൊണ്ടാണ് ക്രിസ്തു മരിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ സുവിശേഷം നിർത്തമെന്നാണ് പൗലോസ് പറയുന്നത്. കാരണം എന്താ, ക്രിസ്തു മരിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇത് പ്രസംഗിക്കുന്നത്. ക്രിസ്തു ഉള്ളത് മരിച്ചത് കൊണ്ട്, അവൻ ഉയർത്തെഴുന്നേറ്റ് കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കാരണം മറ്റുള്ളവരെല്ലാം ഈ ഗിരിപ്രഭാഷണം അവന്റെ ജീവിത ശൈലികൾ മതി. എന്നാൽ നമുക്ക് ആദ്യം നോക്കേണ്ടത് എവിടെ, കാൽവരി. അവൻ ഉയർത്തപ്പെട്ടാൽ, അവിടെയാണ് അത് പറയുന്നത്, അവനോ ഉയർത്തപ്പെട്ടാൽ അവൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിത്യജീവൻ പ്രാപിക്കും. അതാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ വായിച്ചത്. എന്നാൽ നമ്മൾ നോക്കണം, അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. എവിടുന്ന്, കാൽവരിയിൽ നിന്ന് നമ്മൾ ബേഥലഹേമിലേക്ക് വരും. ഇന്ന് പലരും ഇവിടെ ബേഥലഹേമിൽ നിന്ന് കാൽവരി വരെ ചെല്ലും, പക്ഷേ അവർ മരണത്തിൽ അവർ വിശ്വസിക്കുന്നില്ല. മഹാത്മാഗാന്ധിയൊക്കെ എന്ത് ചെയ്തു, അതിൽ വിശ്വസിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന് എന്താണ് ചെയ്യേണ്ടത്, കാൽവരിയിൽ ചെന്നിട്ട് അവിടുന്ന് നമ്മൾ രക്ഷ പ്രാപിക്കുന്നു. പാപബോധം ലഭിച്ചിട്ട് ക്രിസ്തുവിന്റെ ജീവിത ശൈലി ബേഥലഹേം തുടങ്ങി. അവൻ സ്വന്തമായിരുന്ന, അവൻ ആദരവ് കാണിച്ചത്, ദയ കാണിച്ചത്, മറ്റുള്ളവരെ സംരക്ഷിച്ചത്, മറ്റുള്ളവരെ സ്നേഹിച്ചത്. അവൻ സ്വന്തം നമ്മളെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെയും കൊണ്ടുവന്നപ്പോൾ അവൻ സ്വന്തം അവിടെ എന്താ കാണിച്ചത്, അവൻ സ്വന്തം ആ ആദരവ് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇന്ന് പലക്കാരും അതിലേക്ക് ഞാനും നിങ്ങൾ ഇറങ്ങിച്ചെല്ലണം. മറ്റുള്ളവരുടെ പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ കിടക്കുമ്പോൾ നമ്മൾ ഈ മറ്റുള്ളവരെ എവിടെ ചെന്ന് കഴിഞ്ഞാലും അങ്ങനത്തെയുള്ളവരെ നമ്മൾ സംരക്ഷിക്കുവാൻ, മുറിവേറ്റവരെ താങ്ങുന്ന ഒരു ദൈവത്തിന്റെ കാര്യം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവങ്ങൾ വരണം. അതുകൊണ്ടാണ് പറയുന്നത് ഹല്ലേലൂയ, യെരുശലേമിൽ നിന്ന് എവിടേക്ക് പോയപ്പോൾ, ഹല്ലേലൂയ, ശമര്യയിലേക്ക് പോയപ്പോൾ അവൻ എന്ത് പറ്റി, മുറിവേറ്റു. കള്ളന്മാരാൽ പിടിക്കപ്പെട്ടു. അവർ മുറിവേറ്റ് കിടന്നു. പുരോഹിതന്മാർ പോയി, ലേവ്യര് പോയി. എന്നാൽ സ്വന്തം ഹല്ലേലൂയ, നല്ല ശമര്യക്കാരൻ കടന്നു വന്നു. ഈ നല്ല ശമര്യൻ യേശുക്രിസ്തുവിനെ കാണിക്കുന്നത്. ഇന്ന് പലക്കാലം നമ്മളും ചെയ്യേണ്ടതല്ല, മുറിവേറ്റ് കിടക്കുന്ന ദേശത്തിന് നടുവിൽ അനേക കുടുംബങ്ങൾ മുറിവേറ്റ് കിടക്കുക. എല്ലാവരും നല്ല നല്ല കുടുംബങ്ങളെയാണ് നോക്കുന്നത്, എല്ലാവരും നല്ല നല്ല ആൾക്കാരെ നോക്കുന്നത്. മുറിവേറ്റ് കിടക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരെ സംരക്ഷിക്കുന്ന യേശുവിനെ പോലെ നമ്മൾ പഠിക്കണം. ആരോരുമില്ലാതെ, ആരോർക്കും ഹല്ലേലൂയ, അവൻ അനാഥരെ വിധവമാരെ സംരക്ഷണം ചെയ്യുന്ന, ഇന്നൊരു കാലം മറ്റുള്ളവരെ സൽപ്രവൃത്തിക്കായിട്ടാണല്ലോ നിങ്ങളെ വിളിച്ചെന്ന് പൗലോസ് തീമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. നമ്മളെ സൽപ്രവർത്തികൾക്ക് വേണ്ടി ദൈവസന്നിധിയിലേക്ക് നമ്മൾ ഏൽപ്പിക്കപ്പെടുമ്പോൾ, അങ്ങനെ ഒരു മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം പറയുന്നു, നിങ്ങൾ അവിടേക്ക് നോക്കിയിട്ട് നിങ്ങൾ വേണം യേശുവിന്റെ ജീവിത ശൈലി നോക്കണം. അതുകൊണ്ടാണല്ലോ പത്രോസ് പറയുന്നത്, അവൻ നമുക്കൊരു നല്ല മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു. ആ മാതൃക ആരായിരിക്കണം, ഞാനും നിങ്ങൾ പിന്തുടരേണ്ടവരാണ്. ഇന്ന് വിലക്കാലം നമ്മൾ മറ്റുള്ളവർക്ക്, കാരണം നോക്കണം, അവന്റെ ആത്മ മുഴുവനും ഇരുന്ന് കരയി ആർക്ക് വേണ്ടിയാ, ദേശത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി. നമ്മൾ ഈ ദിവസങ്ങൾ കരയുവാൻ തയ്യാറായാൽ, ഇടിവ് നിൽക്കാൻ തയ്യാറായാൽ, ആവശ്യത്തിന് ഇരിക്കുന്നവരെ സഹായിക്കാൻ, ഹല്ലേലൂയ, അവൻ നമ്മുടെ അടുത്തുള്ള ഒരു വ്യക്തിക്ക് അവൻ സ്വന്തം ഒന്നും കഴിക്കാൻ നമ്മൾ നോക്കണം. നമ്മളിപ്പോഴത്തെ എല്ലാം ഈ ഹൈടെക് ലെവലിലേക്ക് കയറി വന്നിരിക്കുക. നോർത്ത് ഇന്ത്യയിലും മറ്റെവിടെയെങ്കിലും ഒക്കെ നമ്മൾ പലയിടത്തും ചെന്ന് നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ക്രിസ്തമല്ലേ, പിന്നെ നമ്മളിവിടെ ഗ്രാമങ്ങളായതുകൊണ്ട് കുറച്ചുകൂടെ മനസ്സിലാകുന്നുണ്ട്. നമ്മൾ ഈ ബോംബെ പട്ടണം, അതുപോലെ ഡൽഹി, ഹല്ലേലൂയ, മല്ലിയ, മദ്രാസ്, ബാംഗ്ലൂരിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അടുത്ത ഫ്ലാറ്റുകാർ, അടുത്ത വീട്ടുകാർ അറിയത്തില്ല. എന്നാൽ നമ്മളിത് മനസ്സിനെ അന്വേഷിക്കുവാൻ ഞാനും നിങ്ങൾ തയ്യാറായാൽ ഇന്ന് വരയ്ക്കാൻ മനസ്സിലാക്കി യേശു എങ്ങനെയായിരുന്നു. അവരുടെ വേദനയിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലണം, അവരുടെ വിഷയത്തിന്റെ നടുവിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലുവാൻ അവൻ ഇവിടെ പറയുന്നു. അവൻ സ്വന്തം, ഞാൻ ആ വിഷയത്തിലേക്ക് വരിക, നിങ്ങൾ അവൻ സ്വന്തം ശ്രദ്ധിച്ചു നോക്കേണ്ടത് ഒരുവരെയാണ്. യേശുവിനെ ശ്രദ്ധിച്ചൊന്ന് പഠിക്കേ പറ്റത്തുള്ളൂ. യേശു ജീവിച്ചതുപോലെ ഒന്ന് ജീവിക്കുവാൻ
എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ നമുക്ക് നിത്യതയിലുണ്ട്. നമുക്കിവിടെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സകലതും തീർന്നല്ല. എന്നിട്ട് ഇവിടെ പറയണം, നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു നോക്കണം. അതാണ് എബ്രായലേഖനം 3-ാം അധ്യായം പറയുന്നത്. ആമേൻ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിനെ, ഹല്ലേലൂയ, നമുക്കൊറ്റൊരു മറുപടിയേ ഉള്ളൂ. ആമേൻ. നമ്മൾ യേശുവിനെ കാൽവരിയിൽ ശ്രദ്ധിച്ചു നോക്കി, ഉയർത്തപ്പെട്ടപ്പോൾ നമ്മൾ അവിടേക്ക് നോക്കി, നമ്മൾ രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു. എന്നിട്ട് ഇനിയും നമ്മൾ വരുന്നത് വേദനയിലേക്ക്. കാരണം അവൻ എവിടെ നിന്നായിരുന്നു വന്നത്, അവൻ എങ്ങനെയായിരുന്നു ജീവിച്ചത്, അവൻ എങ്ങനെയായിരുന്നു മറ്റുള്ളവരുമായിട്ട് കരുണയുണ്ടായിരുന്നോ? ഒരു കുഷ്ഠരോഗിയെ കണ്ടു കഴിഞ്ഞപ്പോൾ മാറിപ്പോവുകയാണ് ചെയ്തത്. പ്രശ്നക്കാരെ കണ്ടപ്പോൾ ഹല്ലേലൂയ നമുക്ക് കാണുന്നത് എങ്ങനെയായിരുന്നു? അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് ഞാനും നിങ്ങൾ മടങ്ങി വരുവാൻ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ക്രിസ്തുവിന്റെ ജീവിതമാണ് നോക്കേണ്ടത്. നമ്മൾ എവിടേക്ക് നോക്കുന്നു? മറ്റുള്ളവർ പറയുന്നു, ഹല്ലേലൂയ, മഹാത്മാഗാന്ധി മറ്റുള്ളവരും പറയുന്നത് ഞങ്ങൾ അവന്റെ ഗിരിപ്രഭാഷണം ഞങ്ങൾക്ക് മതി. നമുക്കതല്ല, നമുക്ക് ആദ്യം നിത്യജീവൻ വരാൻ വേണ്ടിയത്. അതിന് നമ്മൾ കാൽവരിയിൽ നോക്കി, അതിനുശേഷം നമ്മൾ ആ ജീവിതത്തിലേക്ക് വരണം, ആ മാതൃക പിന്തുടരുവാൻ. ആമേൻ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞങ്ങൾ അവന്റെ ക്രിസ്തുവിന്റെ ചൂടടയാളം ഞങ്ങളുടെ ശരീരത്തിൽ വഹിക്കുന്നു. ഇന്ന് വരെക്കാലം അങ്ങനെ ഒരു മേഖലയിലേക്ക് കടന്നു വരുവാൻ, ഹല്ലേലൂയ, ക്രൂശിൽ മരിച്ച യേശുവിനെ സ്വീകരിക്കുമ്പോൾ ആമേൻ, നമ്മൾ യേശുവിനെ കാണാൻ തുടങ്ങുന്നത്. നമുക്ക് അതുകൊണ്ടാണല്ലോ നമ്മുടെ ജീവിതത്തിന് വിടുതൽ സംഭവിക്കപ്പെട്ടത്. യേശുവിനെ കണ്ടതുകൊണ്ടാണല്ലോ. കാരണം ആ കാൽവരിയിൽ നിന്ന് നമുക്ക്, കാരണം അവരിൽ രക്ഷ പ്രാപിക്കും. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ വാഗൊണ്ട് ഏറ്റുപറയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം എന്ത് ചെയ്യണം? ഇത് നമ്മൾ നോക്കേണ്ടത് അവന്റെ ജീവിത ശൈലിയാണ്. കാരണം അതുകൊണ്ടാണ് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ ഇബ്രാഹിം വന്നത്. ഹല്ലേലൂയ. നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു വലിയൊരു ഓട്ടമുണ്ട്, സാക്ഷികളുടെ വലിയൊരു സമൂഹമുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ലക്ഷ്യം നോക്കണം. എവിടെയാണ് പോകേണ്ടത്? ആ ലക്ഷ്യത്തിലേക്ക് ചെല്ലണമെങ്കിൽ ആ ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കി പോയാൽ പറ്റത്തുള്ളൂ. ശ്രദ്ധിച്ചു നോക്കുക എന്നൊക്കെ പറയുമ്പോൾ ചെയ്യണം, നമ്മുടെ കോൺസെൻട്രേഷൻ മാറരുത്. നമ്മൾ ഈ യാത്രയിൽ തകർന്നു പോകാൻ പലതുണ്ട്. പലരും പോർക്കളത്തിൽ പല വീടുകളിൽ പലരും വീണുപോയവരുണ്ട്, താണുപോയവരുണ്ട്. എന്നാൽ ഈ വീണുപോകാതെ താണുപോകാതെ ഒരുവൻ അങ്ങ് ചെന്നിട്ടുണ്ട്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അവൻ അവിടെ പൂർത്തീകരിച്ച ഒരുവനുണ്ട്. ഇന്ന് വരെക്കാലം പാസ്റ്റർ നോക്കാനല്ല പറഞ്ഞത്, മറ്റുള്ളവരെ നോക്കാനല്ല പറഞ്ഞത്. പിന്നെയോ പൂർത്തീകരിച്ചത് നല്ല കർത്താവിനുണ്ട്. അവൻ എങ്ങനെയായിരുന്നു ജീവിച്ചത് അതുപോലെ ജീവിക്കുവാൻ നമ്മളൊന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കരയുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കുവാൻ അവൻ കാണുന്നുണ്ട്. നയീൻ പട്ടണത്തിൽ ചെന്നപ്പോൾ ആ വിധവയുടെ ഒരു മോനൂടെ ഉള്ളായിരുന്നു. അത് മരിച്ചു കഴിഞ്ഞപ്പോൾ അവളെ കണ്ടപ്പോൾ ദൈവം മനസ്സലിഞ്ഞു. ഇന്ന് വരെക്കാലം മറ്റുള്ളവരെ കാണുമ്പോൾ മനസ്സലിയെ കഴിയുന്നുണ്ടോ? നീ ശ്രദ്ധിച്ചു നോക്കിയാൽ നീ മറ്റുള്ളവരെ കാണുമ്പോൾ മനസ്സലിയും. ഒരു കുഞ്ഞ് അനാഥയായി നടക്കുമ്പോൾ നമുക്കത് മനസ്സലിയോ തോന്നും. കാരണം എന്താ? യേശു ശ്രദ്ധിച്ചു വഴി നടക്കണം. നമ്മൾ മനസ്സിലാക്കണം, യേശു എങ്ങനെയായിരുന്നോ ജീവിച്ചത് അതുപോലെ ഞാൻ നിങ്ങൾ ജീവിക്കണം. ആമേൻ. യേശു വിശന്നു വന്നിരിക്കുന്നവരെ കണ്ടുകൊണ്ട് അവന് മനസ്സലിവ് തോന്നി. ആ കമ്പാഷൻ, ഹല്ലേലൂയ, ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരുവാൻ ദൈവം ഇടയാക്കണമേ. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന് പരിശുദ്ധമോ. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം, ഹല്ലേലൂയ, യേശുവിനെ കുറിച്ച് ജ്ഞാനം നിങ്ങൾ നല്ലവണ്ണം പഠിക്കണം. ഈ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ ഇഷ്ടംപോലെ അസൈൻമെന്റ് വരും. അതുപോലെ ഞാനും നിങ്ങൾ ഈ യേശുവിന്റെ ഓരോന്നും നമ്മളിത് പഠിക്കണം. ഇങ്ങനെ എഴുതി പഠിക്കുന്ന രീതിയിൽ ഞാനും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കണം, ഓരോന്നും പഠിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ആഴം മനസ്സിലാകുന്നത്. നമ്മൾ ഈ അസൈൻമെന്റ് പക്ഷേ ചർച്ചകളിലൊന്നും അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. നമ്മളിത് പ്രസംഗം കേൾക്കുക, വീട്ടിൽ പോവുക, ചിലപ്പോൾ പേപ്പറിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ പേപ്പർ കൊണ്ട് കളയുക. എന്നാൽ ഇതുവരെ നമ്മളൊന്ന് ഇറങ്ങി കാരണം ഇവിടെ പൗലോസ് പറയുകയാണ്, നമ്മുടെ നല്ല ശ്രേഷ്ഠ മഹാപുരോഹിതൻ അപ്പോസ്തലനായ ആ മഹാപുരോഹിതനെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. എവിടെ നോക്കണം?
അവൻ നമ്മൾ ആ രക്ഷിക്കപ്പെട്ടതല്ലേ ആ കാൽവരിൽ ഉയർത്തപ്പെട്ടത് കൊണ്ട് ഇനി നമ്മൾ അവന്റെ ജീവിത ശൈലിയാണ് ശ്രദ്ധിക്കേണ്ടത്. അവൻ എങ്ങനെയായിരുന്നു നടന്നത്, അവൻ എങ്ങനെയായിരുന്നു ജീവിച്ചത്, അവന്റെ പ്രാർത്ഥന രീതി എങ്ങനെയായിരുന്നു. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ വായിക്കുമ്പോൾ അവന്റെ പ്രാർത്ഥന ചെയ്യുന്നത് കാരണം ഭ്രാന്ത് നിറഞ്ഞു വന്ന് അവനെ പിടിക്കാൻ വന്നപ്പോൾ അവൻ സ്വത്രഫലത്തിൽ എന്ത് ചെയ്തു? അവൻ പ്രാർത്ഥിക്കാൻ മലയിൽ പോയി. നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെ? അവൻ ഭ്രാന്ത് നിറഞ്ഞവനായി അവൻ പിടിക്കാൻ പറഞ്ഞു വന്നപ്പോൾ അവൻ പ്രാർത്ഥിക്കാൻ മലയിൽ പോയി. ഇതൊക്കെ ആ ടൈം നോക്കിയേ. മറ്റുള്ളവർ നമുക്കെതിരെ വിരുദ്ധമായി എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് രണ്ട് പറയണമെന്നുള്ളതല്ല, പിന്നെയോ നമ്മൾ പ്രാർത്ഥിക്കാൻ മലയിൽ കയറണം. പ്രാർത്ഥിക്കാൻ അവൻ അതാ യേശു പഠിപ്പിച്ചത്. വിഷയം നമ്മൾ വേറെ വായിക്കാം. നമുക്കത് വായിച്ചെങ്കിലല്ലേ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കുള്ളൂ. ലൂക്കോസിന് വിശേഷം 4-ാം അധ്യായത്തിലാന്ന് തോന്നുന്നു. ഹല്ലേലൂയ 6-ാം അധ്യായം. ഹല്ലേലൂയ അതിന്റെ ഹല്ലേലൂയ 6 തൊട്ട് വായിച്ചേ. ഹല്ലേലൂയ 12-ാമത് 6 തൊട്ട് വായിച്ചേ. ശബത്തിൽ അവൻ പള്ളിയിൽ ചെന്നപ്പോൾ നമുക്ക് വേണ്ട, നമുക്ക് ഈ 10, 11, 12 കൂടെ വായിച്ചാൽ മതി, എന്നാൽ മനസ്സിലാകും. ആ 11 നോക്കി. അതല്ല, ഭ്രാന്ത് നിറഞ്ഞുകൊണ്ട് യേശുവിനെ പിടിക്കാൻ കടന്നു വന്നപ്പോൾ ആ കാലത്ത് യേശു ചെയ്തു മലയിൽ പോയി പ്രാർത്ഥിക്കാൻ. നമുക്ക് വിരോധമായി പലരും ചലിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ നമുക്ക് എന്ത് വഴിയേണ്ടത്? പ്രാർത്ഥിക്കാൻ മലയിൽ പോകണം. സമയം നോക്കിയേ, എന്ത് പ്രശ്നമാ. പ്രശ്നം വരുമ്പോൾ നീ ഓടിപ്പോയി പോലീസ് സ്റ്റേഷനല്ല പോകേണ്ടത്. നീ രണ്ട് പറയാൻ വേണ്ടി പോകുന്നത് നിന്റെ ആവശ്യം അവൻ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ അല്ല കാണേണ്ടത്. പിന്നെയോ നീ അപ്പനുമായ ഒരു ബന്ധത്തിലേക്ക് പോവുക. ഇന്ന് മലക്കാലം ഹല്ലേലൂയ നമ്മൾ യോഗനനുസരിച്ച് വേറൊന്ന് വായിക്കുന്നുണ്ട്. ഇവനെ പിടിച്ച് രാജാവാക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? അവൻ ശിഷ്യന്മാരെ അക്കരെ അയച്ചിട്ട് എന്ത് ചെയ്തു? ഇവൻ പ്രാർത്ഥിക്കാൻ മലയിൽ പോയി. പ്രിയപ്പെട്ടവരെ, നമുക്ക് അധികാരമല്ല. കാരണം യേശുവിനെ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കണം. അവൻ പോയതുപോലെ ഞാൻ നിങ്ങൾ അവൻ നമുക്ക് നല്ലൊരു മാതൃക വെച്ചിട്ട് പോയി. ഈ മാതൃകയിലേക്ക് ഞാനും നിങ്ങൾ കടന്നുപോയി. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അവനെ ശ്രദ്ധിച്ചു നോക്കുക. അവൻ അത് പൂർത്തീകരിച്ചവനാണ്. അവൻ ലക്ഷ്യം പൂർത്തീകരിച്ചത്. ആ വിശ്വാസം നായകനും പൂർത്തീകരിച്ചവനായ യേശുവിനെ നോക്കുക. നമുക്ക് നോക്കാൻ ഒരേ ഉള്ളൂ, അവനെ ശ്രദ്ധിച്ചു നോക്കണം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ അവന്റെ എല്ലാ ലെവലുകളും പഠിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഒത്തിരി പോയിന്റുകൾ പറയാൻ പറ്റില്ല. ഞങ്ങളുടെ പോയിന്റുകളല്ല പറയുന്നത്. ഇതുവരെ നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് അവനെ കുറിച്ച് എന്തോ കാണുന്നത്? യേശു എങ്ങനെയാ ജീവിച്ചത്? അതുപോലെ ഞാൻ നിങ്ങൾ ജീവിക്കണം. യേശു എങ്ങനെയാണ്? കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ. ഞാൻ പറയാം, ഹല്ലേലൂയ. ഒരിടത്തെ ഹമിൽസ്വത്തും ഒരു ഹമിൽസ്വത്തും ഈ ട്രെയിൻ, ഞാനൊരു ഉദാഹരണം പറയാം. ഹല്ലേലൂയ. ഈ നോർത്ത് ഇന്ത്യയിൽ സംഭവിച്ചതാ. ഈ നോർത്ത് ഇന്ത്യ ഈ ട്രെയിൻ വരുന്ന ഉടനെ ഈ കൈ രണ്ടുമില്ലാത്ത ആള് ഈ പെട്ടികളിൽ ഹമിൽസ്വത്രം ഇങ്ങനെ വെച്ച് ഈ ആപ്പിളും ഓറഞ്ചും ഇങ്ങനെ വെച്ച് വിറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. വിൽക്കുമ്പോൾ ട്രെയിൻ വന്ന് പോകാമെന്ന് ആൾക്കാർ ഇങ്ങനെ ഇടിച്ച് കഴിഞ്ഞപ്പോൾ ഈ ആളിന്റെ ഈ അവന് ഇടിച്ച് ഈ ആപ്പിളും ഓറഞ്ചും എല്ലാം തെറിച്ചു പോയി കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ കയറി അവന്റെ ചവിട്ടി ആപ്പിളെല്ലാം പോയി. ആള് അതുകൊണ്ടാണ് ജീവിച്ചിരുന്നത്. നോക്കിയിട്ട് നല്ല നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാം തെറിച്ചു പോയി. പുള്ളിക്കാരന്റെ കയ്യുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു ആള് വന്നു. കാരണം ട്രെയിൻ വിടാൻ പോവാ. ആളാ ഈ ആപ്പിളും മറ്റേതെല്ലാം എടുത്ത് ഇതിനകത്ത് പെട്ടിക്കകത്തോട്ട് കൊണ്ടുവച്ചു. എന്നിട്ട് ഈ ട്രെയിൻ മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഹല്ലേലൂയ ഈ ട്രെയിൻ കയറി. പുള്ളിക്കാരൻ എന്ത് ചെയ്യണത്? കണ്ണങ്ങ് നിറഞ്ഞു. കൈ ഉയർത്താൻ ഒക്കുന്നില്ല. നോക്കിയപ്പോൾ ആള് ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കണം, ആർ യു ജീസസ്? നിങ്ങൾ യേശു ആണോ എന്ന്. യേശുവിന് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ.
അതുകൊണ്ട് ഇവിടെ പൗലോസ് പറയുകയാണ്, നിങ്ങൾ അവനൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. യേശു ജീവിച്ചതുപോലെ. കാരണം പറയണം, ഇന്നടത്തെ ഒരു യേശു ഉണ്ട്. സാധു സുന്ദസിനെ കുറിച്ച് രാമേശ്വരം ആളുടെ ബുക്കിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ഒരു ഭവനത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പറയാണ് ജീസസ് വന്നെന്ന്. കുഞ്ഞി എന്നിട്ട് പറയാ ജീസസ് വന്നു. ഇന്ന് പലക്കാലം ഞാനും നിങ്ങളും ഈ ദേശത്ത്, ഈ തുമ്പവണ്ണ ഏരിയയിൽ രാമേശ്വരം മറ്റ് ഇടങ്ങളിൽ നമ്മൾ എവിടെ പാർക്കുന്നു? അമ്മച്ചി എവിടെ പറയണം ഇവിടെ ഒരു ജീസസ് ഉണ്ടെന്ന്. അമ്മച്ചി ഇവിടെ പറയണം ഇവിടെ ഒരു ജീസസ് ഉണ്ടെന്ന്. നമ്മളെ കുറിച്ച് പറയണം അവിടെ ഒരു ജീസസ് ഉണ്ട്. കാരണം അവിടെ തന്നെ കാര്യങ്ങളൊക്കെയാ പ്രാർത്ഥിക്കുന്നത്. നമ്മളെ കുറിച്ച് അങ്ങനെ പറയട്ടെ. കാരണം അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ മകൻ അപ്പോസ്തലനും മഹോന്നതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്ക്. അവൻ സ്വന്തം ഹല്ലേലൂയ കരയുന്നവരോട് കരയുന്ന, അവൻ സ്വന്തം നിലവിളിക്കേണ്ടവരോട് നിലവിളിക്കുന്ന, അവൻ ഹെൽപ്പ് ചെയ്യേണ്ടവരോട് ഹെൽപ്പ് ചെയ്യുന്ന, അവൻ സ്വന്തം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു മേഖല പുറത്തു നോക്കിയേ. അതിനകത്തേക്ക് ജീവിക്കപ്പെടുമ്പോൾ ഒത്തിരി പേർക്ക് പ്രോബ്ലം ഉണ്ടാകും. എന്തിനാണ് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പലരും എന്ത് ചെയ്യുന്നു? ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയിട്ട് അടിയേൽക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഹല്ലേലൂയ ദുഃഖമേൽപ്പിക്കപ്പെടുന്നു. അതിന്റെ നടുവിലും ദൈവത്തിന്റെ കരങ്ങൾ ചലിപ്പിക്കുവാൻ, ദൈവികമായ വിടുതൽ സംഭവിക്കപ്പെടുവാൻ നമുക്ക് ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒന്ന് പൂർണ്ണമായി ഒന്ന് സമർപ്പിച്ചു നോക്കിയേ. ഇന്ന് പലക്കാലം ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കപ്പെടുമ്പോൾ ഇതിനകത്ത് ദൈവത്തിന് വലിയ വിടുതൽ സംഭവിക്കപ്പെടണമെങ്കിൽ സഭകൾ പോവുക. ജീസസ് നമുക്ക് ശ്രദ്ധിക്കാൻ ഒറ്റ ഒരു ഇടമേ ഉള്ളൂ. ശ്രദ്ധിച്ചു നോക്കണം, പഠിക്കണം, ശ്രദ്ധിക്ക് പഠിക്കണം. ഹല്ലേലൂയ ഭ്രാന്ത് നിറഞ്ഞ് കടന്നു വരുമ്പോൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ മലയിൽ പോകണം. അവൻ നമ്മളെ അധികാരത്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ എന്ത് ചെയ്യണം? മലയിലേക്ക് കടന്നു പോകണം. ഇന്ന് പലക്കാലം നമുക്ക് അവൻ നമുക്ക് ഗദരദേശത്തെ ഭൂതത്തെ പുറത്താക്കാൻ വേണ്ടി അവൻ ഈ ഒറ്റൊരു വ്യക്തിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? അക്കരെ വിളിക്കുന്നതിനെ കണ്ടുകൊണ്ട് ഇന്ന് പലക്കാലം ഒറ്റ ഒരു വിശ്വാസിക്ക് വേണ്ടി, ഒറ്റ ഒരാളെ വിടുവിക്കാൻ വേണ്ടി മൈലുകൾ പോവുകയാണ്. ഇന്ന് പലക്കാലം യേശുവിന് വേണ്ടി നിൽക്കുവാൻ നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാ കണ്ണുകളും അടച്ചേ, നമുക്ക് ആ ദൈവസന്നിധിയിലേക്ക് പൂർണ്ണമായി ഒന്ന് സമർപ്പിച്ചേ. ഇന്ന് പലക്കാലം ഹല്ലേലൂയ ആ യേശുവിനെ ഞാൻ അടുത്ത ആഴ്ച കണ്ടിന്യൂഷൻ ചെയ്യാം. ഹല്ലേലൂയ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ഹല്ലേലൂയ നമുക്ക് ആ ദൈവകാര്യങ്ങളിലേക്ക് പൂർണ്ണമായി ഒന്ന് സമർപ്പിക്കാം. ശ്രദ്ധിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ അപ്പോസ്തലനായ മഹോപുരിതനായ ആ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവാൻ നമ്മളെ തന്നെ ദൈവകാര്യങ്ങളിലേക്ക് പൂർണ്ണമായി ഒന്ന് സമർപ്പിക്കാം. എത്ര പേർക്ക് കഴിയും? ഞാൻ ഉയർത്തപ്പെട്ട ഹല്ലേലൂയ അവരിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ടെന്ന്. അവൻ മരുഭൂമിയിൽ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ അവനെ നോക്കിക്കഴിഞ്ഞാൽ നടക്കുന്നതാണ്. ഇന്ന് പല കാലം ഹല്ലേലൂയ അവൻ മരുന്നില്ലാത്ത വിഷയത്തിന് നടുവിൽ റെമഡി വെളിപ്പെട്ടതുപോലെ അവൻ അഗ്നിസർപ്പങ്ങൾ കടിച്ച് അവൻ മനുഷ്യൻ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിനെ നോക്കുമ്പോൾ വിടുതൽ സംഭവിക്കപ്പെടുകയാണ്. ആയിരങ്ങൾ പതിനായിരങ്ങൾ തകർന്നു പോയ അനേക മേഖലകൾ നല്ല വിഷയത്തിന് ആ ഒരിടത്തും പരിഹാരമില്ലെന്ന് തോന്നുമ്പോൾ ഇന്ന് പലക്കാലം നോക്കുവാൻ ഒരിടമുണ്ട്. ആ യേശുവിന്റെ അടുക്കിലേക്ക് ഒന്ന് ഉയർത്തി നോക്കുക. ദൈവകാര്യങ്ങളിലേക്ക് പൂർണ്ണമായി നമുക്കൊന്ന് സമർപ്പിക്കാം. കർത്താവെ ഇന്ന് പലക്കാലം എന്നെ സമർപ്പിക്കുന്നു. ആരേൽപ്പിച്ചു കൊടുക്കും? യേശു ജീവിച്ചതുപോലെ ജീവിക്കുവാൻ. ഇത് പ്രയാസമുള്ള കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. അല്ല, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ എല്ലാവരും എന്റെ വീട്ടിൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്റെ ചുമട് ലഘുവാണ്. ആ മനുഷ്യൻ ഇന്ന് വല്ലക്കാലം ആ ലഘുവായ ആ ചുമടൊന്ന് ഏറ്റെടുത്തുകൊണ്ട് തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂസ് എടുത്ത് എന്നെ അനുഗമിക്കുന്നവൻ എന്റെ പിന്നാലെ വരട്ടെ. ഇന്ന് വലക്കാലം തന്നെ താൻ ത്യജിച്ചുകൊണ്ട് ഇന്ന് വലക്കാലം ത്യജിക്കേണ്ടത് ത്യജിക്കുവാൻ. ഹല്ലേലൂയ. ഇന്ന് വലക്കാലം ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. അതെല്ലാ മനുഷ്യ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പൂർണ്ണമായി കൊടുത്തുകൊണ്ട് നമുക്കൊരു നിമിഷം കണ്ണുകളെ അവസ്ഥയെ പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലും ഈ വിഷയങ്ങളെ കുറിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം.
പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സർവ്വാസം നാം ഓർത്തുവാർത്ത എല്ലാ വിഷയങ്ങളും വിശേഷത്തോടും കടന്നു ലഭ്യത്തോടും നമ്മുടെ സഭയുടെ കൂടെ കർത്താവ് വരെ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ആമേൻ. കർത്താവേ